നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇതര സംസ്ഥാനത്തെ പാൽ കേരളത്തിൽ കൊണ്ടുവന്നാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും മന്ത്രി. മണ്ണാർക്കാട് പാമ്പൻതോട് പാങ്ങോട് ആദിവാസി കോളനിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തർക്കം ഉടമസ്ഥത ആർക്കെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കോളനിക്കാർ തഹസിൽദാറെ ഉപരോധിച്ചു. സ്ഥലത്തെ മരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഊരുവാസികൾ. ശ്രീകൃഷ്ണപുരം ചെത്തല്ലൂർ പൂവത്താണി റോഡ് നിർമ്മാണം തച്ചനാട്ടുകര ഭാഗത്തെ പ്രവൃത്തികൾ എങ്ങുമെത്തിയില്ല. UDF ഭരിക്കുന്നതുകൊണ്ടാണോ പഞ്ചായത്തിനെ തഴയുന്നതെന്ന് പ്രസിഡന്റ് KPM സലീം. CPM ഭരിക്കുന്ന വെള്ളിനഴി പഞ്ചായത്തിൽ സമരവുമായി CPI. കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജനപ്രതിനിധികളുടെ വീടിന് മുന്നിലും സമരം നടത്തുമെന്ന് നേതാക്കൾ. പുല്ലാമന്തോൾ പാലം അടച്ചതോടെ പണി കിട്ടി ചുണ്ടമ്പറ്റ നാട്യമംഗലം റൂട്ടുകൾ. ഇതുവഴി വാഹനത്തിരക്ക് കൂടി. ലോഡിംഗ് വണ്ടികൾ തട്ടി വൈദ്യുതി പോസ്റ്റും ലൈനും മുറിഞ്ഞു. വലിയ വാഹനങ്ങൾ മറ്റു വഴികൾ ആശ്രയിക്കണമെന്ന് നാട്ടുകാർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇതര സംസ്ഥാനത്തെ പാൽ കേരളത്തിൽ കൊണ്ടുവന്നാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഒറ്റപ്പാലം ലക്കിടിയിൽ നടക്കുന്ന ജില്ലാ ക്ഷീരകർഷക സംഗമത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലുൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും പാൽ ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 6,50,000 നമുക്ക് ഇത്തരത്തിലുള്ള പശുക്കളെയാണ് നമ്മൾ കറന്ന് പാലെടുക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ പശുക്കളിൽ നിന്ന് ഏകദേശം 1 ലിറ്റർ പാൽ അധികം നമുക്ക് സംഭരിക്കുവാൻ എന്തൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും? അതാണ് നമ്മുടെ മുന്നിലുള്ള ഗവൺമെന്റിന് മുമ്പിലുള്ള ഒരു വലിയ വിഷയം. അപ്പൊ ഞങ്ങൾക്ക് ഇത്തവണ ഞങ്ങളൊന്ന് ആലോചിച്ചിരിക്കുന്നത് തീറ്റയിൽ എന്തുകൊണ്ട് അവർക്കൊരു ഇളവ് നമ്മുടെ കർഷകർക്ക് കൊടുക്കൂടാ എന്നുള്ളതാണ്. ആ തരത്തിലുള്ള ഒരു പുതിയ പദ്ധതി ഞങ്ങൾ ഇത്തവണ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ചില കാര്യങ്ങൾ പശുക്കളെ കൂടുതൽ നമുക്ക് കേരളത്തിൽ നമുക്ക് പുതിയ പശുക്കളെ നമുക്ക് ഇറക്കണം എന്ന് ഞാൻ പറയത്തില്ല. അതിന് കിടാരി പാർക്കുകൾ നമ്മൾ ധാരാളം കേരളത്തിൽ എല്ലാ ജില്ലകളിലും കിടാരികളെ വളർത്തിയെടുത്ത് ക്ഷീര കർഷകർക്ക് കൊടുക്കുവാനുള്ള പാർക്കുകൾ നിർമ്മിക്കുവാൻ കേരളത്തിൽ ഗവൺമെന്റിന്റെ സംവിധാനത്തോടുകൂടി നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് തന്നെ നേരിട്ട് ജില്ലകളിൽ കിടാരികളെ കൊടുത്തുകൊണ്ട് ആ വളർന്നു വരുന്ന കിടാരികളെ നമ്മുടെ കർഷകർ മേടിക്കുവാനുള്ള സംവിധാനമാണ്. ബദർദീപം കൊളുത്തി മന്ത്രി ക്ഷീരകർഷക സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മികച്ച ക്ഷീരകർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. K. പ്രേംകുമാർ MLA അധ്യക്ഷനായി. VK ശ്രീകണ്ഠൻ MP, ക്ഷീരസംഗമ കമ്മിറ്റി ചെയർമാൻ T. അലി, മിൽമ ചെയർമാൻ KS റാണി, KDFWF ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ R. രാംഗോപാൽ, കേരള ഫീഡ് ചെയർമാൻ K. ശ്രീകുമാർ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. റീബിൽഡ് കേരളയിൽ നിർമ്മിച്ച മണ്ണാർക്കാട്ടെ പാമ്പൻതോട് പാങ്ങോട് ആദിവാസി കോളനിയിലെ പൊതുസ്ഥലത്തിന്റെയും വഴിയുടെയും ഉടമസ്ഥത ആർക്കെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട കോളനിക്കാർ തഹസിൽദാറെ ഉപരോധിച്ചു. പൊതുസ്ഥലത്തിന് ഉടമസ്ഥതയിൽ അവ്യക്തതയുള്ളതിനാൽ കിണർ നിർമ്മിക്കാനും വഴി നന്നാക്കാനും നിർവാഹമില്ലെന്ന് ഊരു നിവാസികൾ തഹസിൽദാറോട് പറഞ്ഞു. 6 മാസം മുമ്പ് നടത്തിയ ഉദ്ഘാടന മാമാങ്കത്തിൽ മന്ത്രി രാധാകൃഷ്ണൻ ഉറപ്പു നൽകിയ കുടിവെള്ളവും ലഭ്യമായതില്ല. കോളനിയിലെ മാങ്ങ പറിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായാണ് ഊരുവാസികൾ താലൂക്ക് ഓഫീസിലെത്തിയത്. വിവാദമായ മാവ് നിൽക്കുന്ന സ്ഥലവും വഴിയും ആദിവാസി പുനരധിവാസ പദ്ധതിക്ക് സ്ഥലം വാങ്ങിയ ആളുടെ പേരിൽ തന്നെയാണുള്ളതെന്ന് CPM പഞ്ചായത്ത് അംഗം ഷിബി കുര്യനും പ്രാദേശിക നേതാവായ പ്രകാശനും പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതാണ് ഊരുവാസികളെ പ്രകോപിപ്പിച്ചത്. പുനരധിവാസ പദ്ധതിക്കായി സർക്കാർ പണം നൽകിയ സ്ഥലത്താണ് മാവ് നിൽക്കുന്നതെന്നും അതിന്റെ അവകാശം ഊരുവാസികൾക്കാണെന്നും അവർ പറഞ്ഞു. പൊതുസ്ഥലവും വഴിയും രജിസ്റ്റർ ചെയ്യാത്തത് കാരണം റോഡ് നന്നാക്കാനും കിണർ നിർമ്മിക്കാനും പണം അനുവദിക്കാൻ പഞ്ചായത്തിന് നിർവാഹമില്ല. ഉദ്ഘാടനം ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ശുദ്ധജലം പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഈ സ്ഥലത്തെ റബ്ബറും തേക്കും ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു വിറ്റെങ്കിലും അതൊന്നും ആദിവാസികൾക്ക് ലഭിച്ചില്ല. രജിസ്ട്രേഷൻ വൈകിപ്പിക്കുന്നത് ഇത്തരത്തിൽ തിരിമറി നടത്താനാണെന്ന് ഊരുവാസികൾ പറഞ്ഞു. ആദിവാസി പുനരധിവാസ പദ്ധതിക്ക് സർക്കാർ വാങ്ങിയ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ അടിയന്തരമായി വ്യക്തത വരുത്തണമെന്ന് തഹസിൽദാറോട് ആവശ്യപ്പെട്ടു. തങ്ങളുടെ പേരിലുള്ള സ്ഥലത്തിന്റെ രേഖകളും ലഭിക്കണം. പദ്ധതി സ്ഥലത്തെ മരങ്ങളും മറ്റും മുറിച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണവും ആദിവാസികൾ ആവശ്യപ്പെട്ടു. കുടിവെള്ളമില്ല, പിന്നെ അതിലെ ഒന്നും ഒരു കാര്യങ്ങൾ റോഡില്ല. റോഡുണ്ട്, അതിലിപ്പോൾ മാങ്ങ കുറച്ച് അതിന് കേസിട്ട് അങ്ങനെ ആയി. എന്താ പ്രശ്നം നമുക്കറിയില്ല. അപ്പം എന്തെങ്കിലും കുടിവെള്ളം നമുക്ക് വേണ്ടേ? നമ്മൾ പുറത്തുനിന്ന് എപ്പോഴും കോരാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറഞ്ഞത്.
പിന്നെ പട്ടയം നീതിയും പട്ടയം കിട്ടിയിട്ടുമില്ല. പെര ഒപ്പം കയറ്റി നീതിയും പട്ടയം 10 സെൻറ്റ് സ്ഥലം പട്ടയം ഉണ്ടായിരിക്കണം. 10 സെൻറ്റ് ഉണ്ടെന്ന് നടന്നിട്ടില്ല. അത് നീതിയും പട്ടയം കിട്ടിയിട്ടുമില്ല. അതിനാണ് ഇപ്പോൾ നിയമം ഉണ്ടായിരിക്കുന്നത്. അനുകൂലം എടുക്കുക. പിന്നെ അലിമാറല്ല ഒന്നുമില്ല. പെരയിൽ ഒക്കെ കുടിയിട്ട് ഒക്കെ വലിച്ചിറക്കി കൊടുന്നു. ഊരിലേക്കുള്ള വഴി നന്നാക്കാമെന്ന ഉറപ്പിലാണ് കോളനിയിലെ മാങ്ങയും തേങ്ങയും മരങ്ങളും CPM പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ വിൽപ്പന നടത്തിയതെങ്കിലും ഒന്നും നടന്നിട്ടില്ലെന്ന് ഊരുവാസികൾ പറഞ്ഞു. അവിടുത്തെ തെങ്ങ് മുറിച്ചെടുത്ത് പോയി, മാങ്ങ പറിച്ച് കൊണ്ടുപോയി, പിന്നെ അവിടെ തേങ്ങ വെട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരാം, റോഡ് ശരിയാക്കി തരാം എന്നെല്ലാം പറഞ്ഞിട്ട് ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ദിവസം മാങ്ങ പറിക്കാൻ നിന്ന സമയത്ത് ഇതൊക്കെ കോളനിക്കാർ പോയി ഇടപെട്ടു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടം വരെ എത്തിച്ചു. പക്ഷെ ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. പാട്ടത്തിന് കൊടുത്തു, വേറെ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ചിലപ്പോൾ അത് ഞങ്ങൾക്ക് അറിയാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ഈ ആദിവാസികളെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ചിലപ്പോൾ വിജിലൻസ് വരേണ്ടി വരും, അന്വേഷിക്കണം അതെന്താന്നുള്ളത്. അതെന്തായാലും അവർ അറിയും. ഈ മാങ്ങ പറിച്ചിട്ട് വിറ്റിട്ട് നിങ്ങൾക്ക് റോഡ് ടാറിങ് ചെയ്യുക എന്നും പറഞ്ഞിട്ട് നല്ല വഴിയും റോഡ് സൈഡിൽ അതാരും പെട്ടതല്ല, സർക്കാരിൻ്റെ മാവാണത്. ഇയാൾ അങ്ങനെ പറിക്കുകയാണ് ഞങ്ങൾ ആദിവാസികൾക്ക് കുറച്ച് അല്ലേ. ഇയാൾക്ക് എന്താ അതിൻ്റെ അവകാശം ഉണ്ടാവും. അവകാശം ഇത് ഞങ്ങളാണ് 10 കോളനിക്കാർ. അതിനെ ഇത് സമ്മതിക്കില്ല. പിന്നെ കൊണ്ടുപോയി ഇട്ടോട്ടെ. അവിടെ ഉണ്ടായിരുന്ന ഡബർ തേക്ക് ഇതെല്ലാം മുറിച്ച് ഇപ്പം കൈകാര്യം ചെയ്യുന്നിട്ട് അന്ന് റോഡ് നേരാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നുമില്ല സാറേ ആ റോഡും വഴി. അടുത്ത ആഴ്ച സ്ഥലം സന്ദർശിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് തഹസിൽദാർ ജെറിൻ ജോസഫ് പറഞ്ഞു. ആധാരം 3 വർഷത്തോളം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റഡിയിലായിരിക്കുമെന്നും എല്ലാവർക്കും കോപ്പി ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്നും തഹസിൽദാർ ഉറപ്പു നൽകിയതോടെയാണ് ആദിവാസികൾ പിരിഞ്ഞുപോയത്. നമ്മൾ ഭൂമി പഞ്ചായത്തിന് രജിസ്റ്റർ നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ അതിലുള്ള ആനുകൂല്യങ്ങൾ പിന്നെ മാങ്ങയായാലും തേങ്ങയാണെങ്കിലും ഒക്കെ തന്നെ ആദിവാസികൾക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആദിവാസികൾക്ക് അനുവദിച്ചിട്ടുള്ള ഭൂമി എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന് കൊടുക്കേണ്ടതാണ്. പഞ്ചായത്തിന് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് തഹസിൽദാറോട് ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി തഹസിൽദാർ അവിടെ മീറ്റിംഗ് വിളിച്ച് അതിനൊരു പരിഹാരം കാണാമെന്നാണ് ഇന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. CPM ഭരിക്കുന്ന വെള്ളിനഴി പഞ്ചായത്തിൽ സമരവുമായി CPI. കുടിവെള്ള പ്രശ്നം ഉന്നയിച്ചാണ് CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വെള്ളിനഴി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. വെള്ളിനഴി പഞ്ചായത്ത് മള്ളിയൂർ കോളനി, കരിക്കൽ കോളനി, കടവത്ത് കോളനി പ്രദേശത്ത് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക, മള്ളിയൂർ ജലസംഭരണി പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPI വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിനേഴി പഞ്ചായത്ത് ഉപരോധിച്ചത്. ഉപരോധ സമരം CPI ലോക്കൽ സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നത്തിൽ ഇനിയും അധികാരികൾ മുഖം തിരിച്ചു നിന്നാൽ ജനപ്രതിനിധികളുടെ വീട്ടുപടിക്കൽ സമരം നടത്തുമെന്നും ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ പറഞ്ഞു. CPM ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് താങ്ങും തണലായി പ്രവർത്തിക്കേണ്ട ഭരണകൂടം ഈ വക സമയത്ത് ഇതൊരു ദുരന്തം നടക്കുന്ന സമയമാണ് വെള്ളിനേഴി പഞ്ചായത്ത്. ഈ വെള്ളിനേഴി പഞ്ചായത്തിൽ കുടിവെള്ളമില്ലാതെ വലയുന്ന ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്കും താങ്ങായും തണലായും പ്രവർത്തിക്കാൻ ഇവിടുത്തെ CPIM തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഈ അവസരത്തിൽ CPIക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ CPIക്ക് പുറംതിരിഞ്ഞ് നിൽക്കാൻ കഴിയുകയില്ല. സമരസമിതി ചെയർമാൻ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വി സരോജിനി, കെ ഹരിദാസ്, വീരേന്ദ്രകുമാർ O എന്നിവർ സംസാരിച്ചു. പുലാമന്തോൾ പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചതോടെ ബദൽ മാർഗമായ ചുണ്ടമ്പറ്റ, നാട്യമംഗലം, ഇട്ടക്കടവ്, കട്ടുപ്പാറ റൂട്ടിൽ തിരക്കേറി. ചരക്ക് ലോറികൾ അടക്കം വലിയ വാഹനങ്ങൾ ഇതുവഴി പോകുന്നതിനാൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ലോഡുമായി പോയ വലിയ ലോറികൾ തട്ടി വൈദ്യുതി പോസ്റ്റും ലൈനും മുറിഞ്ഞു. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകളുടെ തകർച്ച പരിഹരിക്കുന്നതിനായാണ് പാലം 1 മാസത്തേക്ക് അടച്ചിട്ടിരിക്കുന്നത്. ഇതോടെ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തു നിന്നുമുള്ള വാഹനങ്ങൾ ബദൽ മാർഗമായ ചുണ്ടമ്പറ്റ, നാട്യമംഗലം വഴി ഇട്ടക്കടവ് പാലത്തെയാണ് ആശ്രയിക്കുന്നത്. ഇതുകാരണം ഈ റൂട്ടിൽ തിരക്ക് വർദ്ധിച്ചു. റബ്ബറൈസ് ചെയ്ത നല്ല റോഡാണ് ഇതെങ്കിലും വളവുകളും വീതി കുറവുമാണ് പ്രശ്നമാകുന്നത്. ലോഡുമായി വന്ന വലിയ ലോറികൾ തട്ടി കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് പോസ്റ്റും ലൈനും പലയിടത്തും പൊട്ടി. ഇതേ തുടർന്ന് രാത്രി വൈദ്യുതി വിതരണവും താറുമാറായി. സ്വകാര്യ ബസ്സുകളും KSRTCയും ഈ വഴിയാണ് ആശ്രയിക്കുന്നത്.
വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നത് കാരണം ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. പലപ്പോഴും നാട്ടുകാർ ഇടപെട്ടാണ് ഇത് ഒഴിവാക്കുന്നത്. ലോഡുമായി വരുന്ന വലിയ ലോറികളെ മറ്റേതെങ്കിലും വഴി തിരിച്ചുവിടണമെന്നും നാട്ടുകാർ പറയുന്നു. വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിനെ നിയോഗിക്കണമെന്നും നിലവിലെ സ്ഥിതി അപകട ഭീഷണി ഉണ്ടാക്കുന്നതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പുലാമന്തോൾ പാലം അടച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങളെല്ലാം ഇതുവഴി നാട്യമംഗലം, ചുണ്ടമ്പറ്റ, വണ്ടുനിറ അല്ലെങ്കിൽ വിളയൂർ, കരിങ്ങനാട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഭയങ്കര വീതി കുറവുള്ള റോഡാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടായി, ഇന്ന് രാവിലെ ആക്സിഡൻറ്റ്സ് ഉണ്ടായി. അപ്പോൾ വലിയ വണ്ടികൾ, അതായത് വലിയ കണ്ടെയ്നറുകൾ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ വന്ന ഒരു വലിയ നെല്ലുവണ്ടിയായിരുന്നു, വലിയ ലോഡ് വണ്ടികൾ എല്ലാം ഈ വഴി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള വഴിയില്ല. അപ്പോൾ അവർക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് ചെർപ്പളശ്ശേരി റോഡ്, ആനമങ്ങാട് വഴി അങ്ങനെ ആ വഴിക്ക് പോകാവുന്നതാണ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രാഫിക് കുറയും. ഇപ്പോൾ KSRTC അടക്കമുള്ള ബാക്കിയുള്ള എല്ലാ ബസ്സുകളും ഇതുവഴിയാണ് പോകുന്നത്, അതിന് കുഴപ്പമില്ല. അപ്പോൾ ലോഡ് വണ്ടികളെങ്കിലും കുറച്ച് മാറി കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ കറക്റ്റായിട്ടുള്ള ഒരു ട്രാഫിക് സംവിധാനമോ അല്ലെങ്കിൽ ഒരു പോലീസ് സംവിധാനമോ ഒന്നും ഇവിടെ ഇല്ല. ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ഒന്ന് നിയന്ത്രിക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ ഇന്നലെ രാത്രിയൊക്കെ അത് കാരണം ഏകദേശം മണിക്കൂറുകളോളം ഇവിടെ വണ്ടികൾ കുടുങ്ങി കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി ഫെബ്രുവരി 9 വരെയാണ് പുലാമന്തോൾ പാലം അടച്ചിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പായി പണി പൂർത്തിയാക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ശ്രീകൃഷ്ണപുരം ചെത്തല്ലൂർ പൂവത്താണി റോഡ് നിർമ്മാണത്തിൽ തച്ചനാട്ടുകര ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തി എങ്ങും എത്തിയില്ല. UDF ഭരിക്കുന്ന പഞ്ചായത്ത് ആയതിനാലാണോ പ്രവൃത്തിയുടെ മെല്ലെപ്പോക്ക് നയം എന്ന് സംശയമുണ്ടെന്ന് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. തച്ചനാട്ടുകര, വെള്ളിനേഴി പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ നവീകരണത്തിന് 2016 ബജറ്റിലാണ് 45 കോടി രൂപ വകയിരുത്തിയത്. ശ്രീകൃഷ്ണപുരം മുതൽ പൂവത്താണി വരെയുള്ള 12.5 കിലോമീറ്റർ ദൂരം നവീകരണമാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്കണ്ണി വരെയുള്ള ദൂരം 22 കോടി രൂപ വകയിരുത്തി ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള 3 കിലോമീറ്ററോളം ഭാഗത്തിന് നവീകരണം എങ്ങും എത്തിയിട്ടില്ല. പ്രദേശത്തുള്ളവർ റോഡ് നവീകരണത്തിനായുള്ള സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രവൃത്തികൾ പോലും നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. പദ്ധതി വൈകാനുള്ള കാരണത്തിന് അധികൃതർക്ക് വ്യക്തമായ ഉത്തരമില്ലെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്കണ്ണി പാലം വരെയുള്ള പ്രവർത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏകദേശം പകുതിയിലധികം വരുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട്, എന്നാൽ ഇതിൻ്റെ സെക്കൻഡ് റീച്ചിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ അറിയിച്ചിരുന്നത്. എന്നാൽ സെക്കൻഡ് റീച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളോ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇത് കൃത്യമായൊരു ഉത്തരം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമുക്ക്, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളിൽ നിന്നോ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പദ്ധതി പ്രഖ്യാപിച്ചതിനാൽ മറ്റ് വാർഷിക അറ്റകുറ്റപ്പണികളും നടത്താതായതോടെ മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് മുഴുനീളെ പൊളിഞ്ഞു കിടക്കുകയാണ്. തച്ചനാട്ടുകര ഭാഗത്തേക്കുള്ള പ്രവൃത്തി നീളാൻ കാരണം ഗ്രാമപഞ്ചായത്ത് UDF ഭരിക്കുന്നതുകൊണ്ടാണോ എന്ന സംശയമുണ്ടെന്ന് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള ചില പക്ഷപാതങ്ങൾ കൂടി സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതിനോടുള്ള ഒരു മെല്ലെപ്പോക്ക് നയം തീർച്ചയായിട്ടും അധികാരിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തച്ചനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാർത്തകൾ തുടരുന്നു. ലക്കിടി കിള്ളിക്കുറിശിമംഗലം പത്മശ്രീ മാണി മാധവചാക്യാർ സ്മാരക ഗുരുകുലത്തിൽ ജനുവരി 13, 14, 15 തീയതികളിൽ ആചാര്യന്മാരുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും. ത്രേതാഗ്നി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി കൂടിയാട്ടം കേന്ദ്രത്തിന്റെ കീഴിൽ ലക്കിടി കിള്ളിക്കുറിശിമംഗലത്ത് പ്രവർത്തിക്കുന്ന പത്മശ്രീ മാണി മാധവചാക്യാർ ഗുരുകുലത്തിലാണ് മൺമറഞ്ഞ ആചാര്യന്മാരെ അനുസ്മരിക്കുന്നതിനായി ത്രേതാഗ്നി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനുവരി 13, 14, 15 തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 13 വൈകിട്ട് 6 സ്വപ്നവാസവദത്തം കൂടിയാട്ടത്തോടെയാണ് തുടക്കം. 14 രാവിലെ 10 മാണി മാധവചാക്യാർ അനുസ്മരണവും PK നാരായണൻ നമ്പ്യാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ ശിലാസ്ഥാപനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രീ മാണി മാധവചാക്യാർക്ക് ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം ലഭിച്ചത് രാഷ്ട്രപതിയിൽ നിന്ന് കഴിഞ്ഞിട്ട് 60 വർഷമായി. അപ്പോൾ ഈ 60 വർഷമായി ഒരു ദേശീയ അംഗീകാരം ലഭിച്ചിട്ട് കൂടിയാട്ടത്തിന് അതിൻ്റെ സമഗ്രമായ പരിപാടികൾ വരും ദിവസങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തും വിദേശങ്ങളിൽ നിന്നുമുള്ള എല്ലാ സ്ഥലത്തും
ഈ കൂടിയാട്ടത്തിൻ്റെ ഈ ഒരു പ്രചരണം ഗുരുകുലത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള കൂത്തമ്പലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ കലാരൂപത്തെ ജനകീയമാക്കുന്നത് ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുകയും അത് ഈ കൂത്തമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ആചാര്യനാണ് ഗുരു മാണി മാധവ ചാക്യാർ. കെ പ്രേംകുമാർ MLA, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവർ സംസാരിക്കും. കൂടിയാട്ടത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചതിന്റെ 60ാം വാർഷികത്തിന്റെ ബ്രോഷർ പ്രകാശനവും നടക്കും. വാസന്തി നാരായണൻ അവതരിപ്പിക്കുന്ന നങ്ങ്യാരമ്മ കൂത്ത്, കിളിക്കുറിശിമംഗലം ശ്രീരാജ് അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്, ശരത് നാരായണൻ അവതരിപ്പിക്കുന്ന ഹിമകരം കൂടിയാട്ടം എന്നിവ അരങ്ങേറും. 15 രാവിലെ 10 PK നാരായണൻ നമ്പ്യാർ, PKG നമ്പ്യാർ എന്നിവരുടെ അനുസ്മരണം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L. സുഷമ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ അക്ഷയ് കുമാർ അവതരിപ്പിക്കുന്ന അഷ്ടപതി, PK നാരായണൻ നമ്പ്യാർ ചിട്ടപ്പെടുത്തിയ അന്തകവധം കൂടിയാട്ടം എന്നിവ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗുരുകുലം സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, ട്രഷറർ PK ഹരീഷ് നമ്പ്യാർ, സമിതി അംഗങ്ങളായ PK രാംമോഹൻ, സദനം വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെല്ലായ MP കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാരുടെ 62ാമത് ദർസ് വാർഷിക മഹാസമ്മേളനം വെള്ളിയാഴ്ച നടക്കും. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 62 വർഷമായി ദർസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതനാണ് നെല്ലായ MP കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ. സമസ്ത വൈസ് പ്രസിഡന്റും പാലക്കാട്, മലപ്പുറം, തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നായി 40 മഹല്ലുകളുടെ ഗാസിം കൂടിയായ നെല്ലായ ഉസ്താദിന്റെ 62ാമത് ദർസ് വാർഷിക മഹാസമ്മേളനമാണ് വെള്ളിയാഴ്ച നടക്കുന്നത്. രാവിലെ 9 മണിക്ക് നെല്ലായ ഉസ്താദ് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാവും. തുടർന്ന് ജുമാ നിസ്കാരാനന്തരം ഖബർ സിയാറത്ത്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, സനദ് വിതരണം തുടങ്ങിയ പരിപാടികൾ നടക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ, സെയ്ദ് KPCC തങ്ങൾ വല്ലപ്പുഴ, ഹംസകുട്ടി മുസ്ലിയാർ അതിർശ്ശേരി, ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ, ചെമ്പൂലങ്ങാട് CP മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കിടി, ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട്, VK ശ്രീകണ്ഠൻ MP, P. മമ്മിക്കുട്ടി MLA തുടങ്ങിയ മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ ജുമാസ്കാര ശേഷം നെല്ലായിലുള്ള 2 പള്ളി ഖബർസ്ഥാനുകളിൽ ജുമാ ശേഷം അനസ് ജുമാ മസ്ജിദും, അസറസ്കാര ശേഷം റഹ്മാനിയ ജുമാ മസ്ജിദും സിയാറത്ത് നടത്തും. 4 മണിക്ക് ശേഷം നെല്ലായ റഹ്മാനിയ മസ്ജിദിൽ വെച്ച് ഉസ്താദിൻ്റെ ശിഷ്യന്മാരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതിൽ നെല്ലായ ഉസ്താദിൻ്റെ ഒരു സനദ് വിതരണവും നടത്തപ്പെടും. ആ സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് വളപുരം ആലിഫ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ OMS തങ്ങൾ മണ്ണാർമല ഉദ്ഘാടനം ചെയ്യും. നെല്ലായ ഉസ്താദ് ആ പരിപാടിയിൽ നസീഹത്ത് നടത്തും. ശേഷം വൈകിട്ട് 7 മണിക്ക് ഷംസുലുമ നഗരിയിൽ പൊതുസമ്മേളനം നടക്കും. ആ പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കുകയും ചെയ്യും. പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൽ ഖാദർ ദാരിമി, അബ്ദുൽ സലാം അൻവരി, MP അസൈനാർമാരായ മംഗലം, ജാഫർ അൻവരി മൗണ്ടരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് നഗരസഭയിൽ ISSK സ്പോർട്സ് കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിൽ കുട്ടികളുടെ കായികക്ഷമതയും ആരോഗ്യവും വർദ്ധിപ്പിക്കുക, പുഴകളിലും കുളങ്ങളിലും സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം സംഘടിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർമാരും വിവിധ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്ത് നാം കൃഷിക്ക്, വിദ്യാലയങ്ങൾക്ക്, ആശുപത്രികൾക്ക്, അതുപോലെ തന്നെ അംഗൻവാടികൾക്ക്, കുടുംബശ്രീക്ക് എല്ലാം സംഖ്യ നീക്കി വയ്ക്കുന്നത് പോലെ കായിക രംഗം പ്രധാനമാണ് എന്ന് കണ്ട് നാം നിലവിൽ സംഖ്യ നീക്കി വയ്ക്കുന്നുണ്ടോ? താരതമ്യേന സ്വാഭാവികമായും അതിൽ നിലവിൽ കുറവുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള
ഏതാനും ക്ലബ്ബുകൾക്ക് ഒരു പക്ഷേ സ്പോർട്സ് കിറ്റ് കൊടുക്കുന്ന പദ്ധതിയൊക്കെ ചിലപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ അതിൽ അവസാനിക്കുന്നതാകരുത് നമ്മുടെ നഗരസഭകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി. നമ്മുടെ പദ്ധതി നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ വരണം. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ പ്രസീത, കൗൺസിലർമാരായ കെ ബാലു, ടി ആർ സെബാസ്റ്റ്യൻ, പുഷ്പാനന്ദ്, കാസിം ആലായൻ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന കായികമേളയിൽ ഷോട്ട്പുട്ടിൽ 2ാം സ്ഥാനവും നാഷണൽ മീറ്റിൽ 6ാം സ്ഥാനവും നേടിയ ആഷിഫ് ഇല്യാസിനെ ചടങ്ങിൽ ആദരിച്ചു. വെള്ളിനേഴി പഞ്ചായത്തിൽ 2-3 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളിയുടെ കോളനി പരിസരത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊട്ടശ്ശേരി മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ പ്രതിഷേധിച്ച് CPM-ൽ നിന്നും രാജിവെച്ച് CPI-യിൽ ചേർന്നവർക്ക് സ്വീകരണവും ഒരുക്കി. ലോക്കൽ സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P. നാരായണൻകുട്ടി, BP ഉണ്ണികൃഷ്ണൻ, V. സരോജിനി, സുരേഷ് ബാബു, K. ഹരിദാസ് എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടത്തനാട്ടുകര യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റായി AP മാനുവിനെയും ജനറൽ സെക്രട്ടറിയായി മലബാർ കുഞ്ഞാനെയും തെരഞ്ഞെടുത്തു. ട്രഷററായി NM അലിയെയാണ് തെരഞ്ഞെടുത്തത്. കാപ്പിൽ ഷംസുദ്ദീൻ, VC റസാഖ്, ഷമീം കരുവള്ളി, TP ഇല്യാസ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. വർക്കിംഗ് സെക്രട്ടറിയായി മുഫീന അയ്യനുവിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി മുജീബ് സുരബി, വാരിസ് ചേരിയത്ത്, സക്കീർ നാലുകണ്ടം, അശോകൻ പാമ്പോട്ടിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. NK മുഹമ്മദ്, ഉമ്മർ പടുവൻപാടൻ എന്നിവരാണ് രക്ഷാധികാരികൾ. എടത്തനാട്ടുകര സന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മാത്രമല്ല കേരളത്തിൽ തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നില്ല. സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടേണ്ടതായി വിലയിരുത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് 2 കമ്മിറ്റികളെ വിളിച്ച് സംസാരിച്ചു. വളരെ താല്പര്യപൂർവ്വം ഉപാധികളില്ലാതെ സംസ്ഥാന കമ്മിറ്റിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ശ്രീ ബാബു കോട്ടയിലെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും ശ്രീ VM ലത്തീഫിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും തീരുമാനമെടുക്കുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി VM ലത്തീഫ്, ജില്ലാ സെക്രട്ടറി KA ഹമീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയൻകാവ്, മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ, അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക്, കൊടക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വയോജന സൗഹൃദ വയോമിത്രം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. 60 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ആയുർവേദ മരുന്നുകളും ചികിത്സയും നൽകുന്നതാണ് പദ്ധതി. പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീജമോൾ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർ നവാസ്, മങ്കട ആയുർവേദ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സനിയ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ TK നവാസ്, MP മജീദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഹാജറുമ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C ബാലസുബ്രഹ്മണ്യൻ, വാപ്പുട്ടി ഹാജി, CH ഹമീദ്, CP ഹംസക്കുട്ടി, അമ്പിളി, സരോജദേവി, PT മുബാറക്, അലി, രാജേഷ്, ജുബില ലത്തീഫ്, സജിത TP, ലീന ശാന്തിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. മരുതൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം നടന്ന പരിപാടികൾ മുഹമ്മദ് മൗസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മരുതൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം അല്പനേരം ചെലവിട്ടുകൊണ്ടാണ് പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബ് വാർഷിക പരിപാടികൾ നടത്തിയത്. സ്നേഹവിരുന്ന് എന്ന പേരിൽ നടന്ന പരിപാടി മുഹമ്മദ് മൗസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മൂമെന്റുകളും ചെലവഴിക്കാൻ തയ്യാറാവുക എന്നത്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വാർത്തകൾ എത്തിക്കുന്ന, സമൂഹത്തിന്റെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടുള്ള പ്രസ് ക്ലബ്ബ്
ഇങ്ങനൊരു സ്നേഹവിരുന്ന് ബഡ്സ് സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഭിന്നശേഷി മേഖലയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാനും ആ മേഖലയെ സമൂഹമാകെ പരിഗണിക്കുന്നതിനും അത് ഗുണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കാലത്ത് ഭിന്നശേഷി മേഖല വളരെയേറെ പരിഗണന കുറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി മാറി വലിയ മാറ്റം ഭിന്നശേഷി മേഖലയിൽ വന്നു. പ്രത്യേക പരിഗണന ആവശ്യമാണെന്നും പരിശീലനം ആവശ്യമാണെന്നും അതിലൂടെ നല്ല ക്വാളിറ്റിയുള്ള ജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് നയിക്കാൻ കഴിയുമെന്നും ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ മധു അധ്യക്ഷത വഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ടി പി രജീഷ്, പഞ്ചായത്ത് അംഗം യു ടി മാലതി, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ്, മോഹൻ ചരപ്പറമ്പിൽ, യു ഉണ്ണികൃഷ്ണൻ, മജിഷ്യൻ മുരളീധരൻ വേളേരിമഠം, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വിജയൻ പൂവക്കോട്, ബഡ് സ്കൂൾ പ്രധാന അധ്യാപിക അനുഷ അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തബലയിൽ എ ഗ്രേഡ് നേടിയ ശ്രീഹരി ആർ ബാബുവിൻ്റെ തബല വായന, ഫ്ലൂട്ടിൽ എ ഗ്രേഡ് നേടിയ ബി ശ്രീരാമിൻ്റെ ഫ്ലൂട്ട് വായന, മുരളീധരൻ വേളേരിമഠത്തിൻ്റെ മാജിക്, വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. വിദ്യാർത്ഥികളോടൊപ്പം ഉച്ചഭക്ഷണവും കഴിച്ച ശേഷമാണ് പരിപാടികൾ സമാപിച്ചത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകൾ പരിചയപ്പെടുത്തി ചളവർ ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ കോൺക്ലേവ് സംഘടിപ്പിച്ചു. കരിയർ വിദഗ്ധൻ ഷഫീഖ് കുട്ടികളുമായി സംവദിച്ചു. സ്കൂൾ കരിയർ ഗൈഡൻസ് യൂണിറ്റ് സിജിയുമായി ചേർന്നാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കരിയർ എക്സിബിഷൻ, കരിയർ ക്ലിനിക്, കരിയർ പ്ലാനിംഗ് ക്ലാസുകൾ എന്നിവയും ഉണ്ടായി. ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും കോഴ്സുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിക്കുന്ന പ്രദർശനവും ഒരുക്കിയിരുന്നു. സയൻസ്, എഞ്ചിനീയറിംഗ്, സിവിൽ സർവീസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങി വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രദർശനം. സ്കൂൾ മാനേജറും സംസ്ഥാന അധ്യാപിക അവാർഡ് ജേതാവുമായ MP ഗോവിന്ദരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സുനിൽ രാജ്, കരിയർ കോർഡിനേറ്റർ ഷനോജ്, സ്കൂൾ പാർലമെന്റ് ചെയർമാൻ ഇസാന നെഹരഗു, രജിഷ, മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രമോഹനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കരിയർ വിദഗ്ധൻ ഷെഫീഖ് കുട്ടികളുമായി സംവദിച്ചു. നിർധന യുവതികൾക്കും വിധവകൾക്കും കുടുംബനാഥകൾക്കും ഫാഷൻ ഡിസൈനിൽ പഴേരി ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യ പരിശീലനം നൽകുന്നു. ആദ്യ ബാച്ചിൽ 50 പേർക്കാണ് പരിശീലനം നൽകുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വനിതകളെ സ്വയം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മണ്ണാർക്കാട് കോടതിപ്പടിയിലെ പഴേരി പ്ലാസയിൽ രാവിലെയും വൈകിട്ടും 2 ബാച്ചുകളായാണ് പരിശീലനം നൽകുക. ആദ്യ 50 പേരുടെ പരിശീലനം പൂർത്തിയായാൽ അടുത്ത 50 പേർക്ക് പരിശീലനം നൽകും. തുടക്കത്തിൽ 200 പേർക്ക് പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭ, സമീപ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലുള്ളവർക്കാണ് മുൻഗണന. 6 മാസത്തെ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. ആദ്യ ബാച്ചിൻ്റെ പരിശീലനം ഈ മാസം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾ 9037916916 എന്ന നമ്പറിൽ ലഭിക്കും. ഇന്നിവിടെ പഴേരി ഗ്രൂപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും പഴേരി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെയും സംയുക്തമായിട്ട് നമ്മൾ ഫാഷൻ ഡിസൈനിങ് ഒരു കോഴ്സ് സൗജന്യമായിട്ട് നമ്മൾ അതിന് പരിശീലനം കൊടുക്കണം. നിർധനരായ യുവതികൾക്കും വിധവകൾക്ക്, നിർധനരായവർക്ക്, പാവപ്പെട്ടത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ബാച്ച് ഒരു 50 കുട്ടികളെ അതിന് ഫാഷൻ ഡിസൈനിങ് ടൈലറിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജനുവരി മാസത്തോടു കൂടിയിട്ട് ജനുവരി തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, തെക്കര പഞ്ചായത്ത്, കോരപ്പത്തൂർ പഞ്ചായത്ത്, അങ്ങനെ നമ്മളെ പരിസരത്തുള്ള അതിൽ അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത്
അപേക്ഷ കൊടുക്കണം. അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും പഴയരി ഗോൾഡൻ ഡയമണ്ട്സ് ജ്വല്ലറിയിൽ നിന്ന് അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് അവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ അത് നോക്കിയിട്ട് അത് ആദ്യത്തെ ഈ 50 കുട്ടികൾ കഴിഞ്ഞ് അടുത്ത 2 മാസം 1-2 മാസം കഴിയുമ്പോൾ സെക്കൻഡ് ബാച്ചിനെയും കൂടി നമ്മൾ എടുത്തിട്ട് നമ്മൾ മൊത്തം ഉദ്ദേശിക്കുന്നത് 200 കുട്ടികളെയാണ്. അതിൽ 50 കുട്ടികളെ ഫസ്റ്റ് ബാച്ചായിട്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഇതായിട്ട് അടുത്തൊരു 50 കുട്ടികളെ. അപ്പോൾ അതിൻ്റെ അപേക്ഷ വരുന്ന പുറത്ത് നമ്മളിതായി കൊണ്ട് പിന്നെ നമ്മളെ പരിസരത്തുള്ളവർക്കും നിർദ്ധനരായവർക്കും മുൻഗണന കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. പഴേരി ഗ്രൂപ്പ് ചെയർമാൻ പഴേരി ഷരീഫ് ഹാജി, സ്കറിയ, അഡ്വക്കേറ്റ് ഷമീർ പഴേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലപ്പുറം സഹോദയ സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ MES വളാഞ്ചേരിയും ഹിൽടോപ്പ് കുന്നക്കാവും ചാമ്പ്യന്മാർ. സഹോദയ പ്രസിഡന്റ് M. അബ്ദുൽ നാസർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. വണ്ടൂർ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിൽ നടന്ന മലപ്പുറം സഹോദയ സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കുന്നക്കാവ് ഹിൽടോപ്പ് പബ്ലിക് സ്കൂളും ജേതാക്കളായി. അണ്ടർ 12 വിഭാഗത്തിൽ ആദ്യമായാണ് സഹോദയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ജില്ലയുടെ 19 സ്കൂൾ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. മാവണ്ടൂർ AO A. അപ്പുണ്ണി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുനാവായ MES 2ഉം നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും പൂക്കോട്ടുപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂൾ 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനത്തിൽ സഹോദയ മലപ്പുറം മേഖലാ പ്രസിഡന്റ് M. അബ്ദുൽ നാസർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. സ്കൂൾ മാനേജർ കേണൽ ബിസിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ജയലക്ഷ്മി ഗംഗാധരൻ വ്യക്തിഗത മെഡലുകൾ സമ്മാനിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, വൈസ് പ്രിൻസിപ്പാൾ KK വിദ്യ, P. നിസാർ ഖാൻ, കായിക അധ്യാപകരായ V. സമീർ, S. ആകർഷ്, അനുപമ, ശില്പ, രേഖ, മാളവിക എന്നിവർ നേതൃത്വം നൽകി. വാണിജ്യ വാർത്തകൾ. സാനിറ്ററി CP ഫിറ്റിംഗ്സിൻ്റെയും എല്ലാവിധ പ്ലംബിംഗ് ഐറ്റംസിൻ്റെയും ഏറ്റവും പുതിയ കളക്ഷനുമായി മലപ്പുറം സാനിറ്റേഷൻ ആനമങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. മോഡേൺ ട്രെൻഡുകളിൽ ഏറ്റവും ഗുണമേന്മയും ഉറപ്പും വിലക്കുറവിലുമുള്ള സാമഗ്രികളാണ് മലപ്പുറം സാനിറ്റേഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. സാനിറ്ററി CP ഫിറ്റിംഗ്സ്, പ്ലംബിംഗ് സാമഗ്രികളുടെ വിപണന രംഗത്ത് 20 വർഷത്തെ പ്രവർത്തന പരിചയമുള്ളവരുടെ നേതൃത്വത്തിലാണ് മലപ്പുറം സാനിറ്റേഷൻ ആനമങ്ങാട് തുറന്നത്. പച്ചേരിക്കുത്ത് കമ്മുസൂഫി, പാട്ടശ്ശേരി കോയാമു ഹാജി എന്നിവർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആനമങ്ങാട് ജുമാ മസ്ജിദ് ഇമാം ഹംസ അൻവരി, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം C. ബാലസുബ്രഹ്മണ്യൻ, ബിസിനസ് നെറ്റ്വർക്ക് ഇന്ത്യ പെരിന്തൽമണ്ണ ഗ്ലോറിയസ് ചാപ്റ്റർ പ്രസിഡന്റ് മുഹമ്മദ് അലി തവക്കൽ, ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CK റഫീഖ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സാധാരണ സാനിറ്റേഷൻ സ്റ്റോറിൽ കാണുന്നതിനും പലതരം വ്യത്യസ്തമായ സ്റ്റൈലായാലും കളറിലായാലും പിന്നെ നല്ല രീതിയിൽ അവർ അറേഞ്ചും ചെയ്തിട്ടുണ്ട്. അധികം പറയുന്നില്ല, നിങ്ങൾ തന്നെ നേരിട്ട് വന്ന് കണ്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ളത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് മേടിക്കണം എന്ന് തോന്നും. കാരണം അത്ര നല്ല രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതും പിന്നെ ഇവിടുത്തെ നല്ല രീതിയിൽ കസ്റ്റമർ സർവീസും ആണ്. ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു 20 വർഷത്തിലധികം ഈ ഒരു സാനിറ്ററി അതുപോലെ CP ബാത്ത് ഫിറ്റിംഗ്സ് ആ ഒരു മേഖലയിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത്. മുൻനിര സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് അവരെ വെല്ലുന്ന രീതിയിലുള്ള ഡിസ്പ്ലേയും അതേപോലത്തെ പ്രൊഡക്ട്സും അണിനിരത്തിക്കൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓരോ ടൗണിൻ്റെയും മുഖമുദ്ര മാറ്റുന്നത് അവിടെ വരുന്ന പുതിയ ഷോപ്പുകളാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊരു വീട് ഉണ്ടാക്കുന്ന ആളുകൾക്കും ഏറ്റവും നല്ല രീതിയിൽ ബാത്റൂം ഫിറ്റിംഗ്സുകളും CP ഫിറ്റിംഗ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവർക്കും
നല്ല റേറ്റിൽ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. എല്ലാവർക്കും ഇവിടെ വരാം. ബാത്റൂം ഫിറ്റിംഗ്സ്, വാഷ് ബേസിനുകൾ, ക്യാബിനറ്റ് വാഷ് ബേസിനുകൾ, കിച്ചൺ ബേസിനുകൾ, ബാത്റൂം ആക്സസറീസ്, ടാപ്പുകൾ, കിച്ചൺ ടാപ്പുകൾ തുടങ്ങിയവയുടെ വ്യത്യസ്ത മോഡലുകളിലുള്ള വലിയ ശേഖരം തന്നെയുണ്ട് ആനമങ്ങാട്ടെ മലപ്പുറം സാനിറ്റേഷനിൽ. ക്ലോസറ്റുകളും വിവിധ നിറങ്ങളിൽ സെറാമിക്, ഹാൻഡ് മെയ്ഡ്, കോട്ട്സ്, സ്റ്റീൽ സിങ്കുകളുടെ ട്രെൻഡി കളക്ഷൻസും ലഭ്യമാണിവിടെ. ഗുണമേന്മയും മികച്ച സെലക്ഷനും വിലക്കുറവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് വിപണനം നടത്തുന്നതെന്ന് ഉടമകൾ പറഞ്ഞു. വിലക്കുറവിലും എന്നാൽ വിലക്കുറവ് എന്ന് കരുതി സാധനത്തിൻ്റെ ഗുണമേന്മയ്ക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഭക്തരെ മാറ്റി ഗ്യാരണ്ടിയോടുകൂടി തന്നെ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഈ സാധനങ്ങൾ എത്തിക്കും. സാധാരണക്കാരന് അത് വലിയ ഉപകാരമാകും എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെയാണ് ഞങ്ങൾ ആനമങ്ങാട് ഹൃദയഭാഗത്ത് ഇതുപോലൊരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഈ പ്രദേശത്തെ ആളുകൾ ഇത് മനസ്സിലേറ്റും എന്ന ഉത്തമ ബോധ്യത്തോടെ ഞങ്ങൾ ഈ സ്ഥാപനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഉദ്ഘാടന ഓഫറായി ജനുവരി 31 വരെ 15,000 രൂപയുടെ ഓരോ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനമായി നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതര സംസ്ഥാനത്തെ പാൽ കേരളത്തിൽ കൊണ്ടുവന്നാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും മന്ത്രി. മണ്ണാർക്കാട് പാമ്പൻതോട് പാങ്ങോട് ആദിവാസി കോളനിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തർക്കം ഉടമസ്ഥത ആർക്കെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കോളനിക്കാർ തഹസിൽദാറെ ഉപരോധിച്ചു. സ്ഥലത്തെ മരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഊരുവാസികൾ. ശ്രീകൃഷ്ണപുരം ചെത്തല്ലൂർ പൂവത്താണി റോഡ് നിർമ്മാണം തച്ചനാട്ടുകര ഭാഗത്തെ പ്രവൃത്തികൾ എങ്ങുമെത്തിയില്ല. UDF ഭരിക്കുന്നതുകൊണ്ടാണോ പഞ്ചായത്തിനെ തഴയുന്നതെന്ന് പ്രസിഡന്റ് KPM സലീം. CPM ഭരിക്കുന്ന വെള്ളിനഴി പഞ്ചായത്തിൽ സമരവുമായി CPI. കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജനപ്രതിനിധികളുടെ വീടിന് മുന്നിലും സമരം നടത്തുമെന്ന് നേതാക്കൾ. പുലാമന്തോൾ പാലം അടച്ചതോടെ പണി കിട്ടി ചുണ്ടമ്പറ്റ നാട്യമംഗലം റൂട്ടുകൾ. ഇതുവഴി വാഹനത്തിരക്ക് കൂടി. ലോഡിംഗ് വണ്ടികൾ തട്ടി വൈദ്യുതി പോസ്റ്റും ലൈനും മുറിഞ്ഞു. വലിയ വാഹനങ്ങൾ മറ്റു വഴികൾ ആശ്രയിക്കണമെന്ന് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.